അതിരൂക്ഷ സാമ്പത്തിക പ്രതിസന്ധിയെ തുടർന്ന് ഫെബ്രുവരി മാസത്തിൽ 2500 കോടി രൂപ കൂടി സർക്കാർ കടമെടുക്കുന്നു. സാമ്പത്തിക വർഷാവസാനത്തെ ബില്ലുകൾ മാറി നൽകാനാണ് പ്രധാനമായും വായ്പയെടുക്കുന്നത്. KCBയുടെ സാമ്പത്തിക നഷ്ടം ഏറ്റെടുത്തുകൊണ്ട് ഈ മാസത്തെ ചെലവുകൾക്കായി 5000 കോടി രൂപ കടമെടുത്തിരുന്നു. 91% കടബാധ്യതയാണ് KCBയുടെ ഈ വർഷം സംസ്ഥാന സർക്കാർ ഏറ്റെടുത്തത്. ഇതിലൂടെ സംസ്ഥാന സർക്കാർ 6250 കോടി രൂപ കടമെടുത്തിരുന്നു. സാമ്പത്തിക വർഷം അവസാനിക്കാൻ 3 മാസം മാത്രം ബാക്കി നിൽക്കെ നിലവിലെ പ്രതിസന്ധി മറികടക്കാനായിരുന്നു കടമെടുത്തത്. ഇതിനു പിന്നാലെയാണ് ഫെബ്രുവരി മാസത്തെ ആവശ്യങ്ങൾക്കും ബില്ലുകൾ മാറുന്നതിന് വേണ്ടിയിട്ടും 2500 കോടി രൂപ അധികമായി സംസ്ഥാന സർക്കാർ കടമെടുക്കുന്നത്. സാമ്പത്തിക പ്രതിസന്ധി കാരണം ആസൂത്രണ പദ്ധതികൾ പകുതിയോളം വെട്ടിക്കുറച്ചു. പൂർത്തിയാക്കാൻ 40.98% പദ്ധതികൾ മാത്രം. സാമൂഹ്യ പെൻഷൻ 5 മാസത്തെ കുടിശ്ശികയും നൽകാനായത് ഒരെണ്ണം മാത്രം. സർക്കാർ ജീവനക്കാരുടെ ആനുകൂല്യ കുടിശ്ശികയും നൽകാനായില്ല. 2021 മുതലുള്ള ക്ഷാമബത്ത കുടിശ്ശിക നൽകിയത് 1 വർഷത്തേത് മാത്രം. വരാൻ പോകുന്ന വർഷവും കടുത്ത സാമ്പത്തിക നിയന്ത്രണങ്ങളിലേക്കാണ് സർക്കാർ കടക്കുന്നത്. നിലവിലെ പ്രതിസന്ധികൾ പരിഹരിക്കാനായിട്ടാണ് റിസർവ് ബാങ്കിന്റെ സഹായത്തോടുകൂടി കടമെടുക്കാനുള്ള തീരുമാനങ്ങളിലേക്ക് സർക്കാർ കടക്കുന്നത്. ജനം, തിരുവനന്തപുരം.